ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് വള്ളംകളി കാണാൻ പോണ ദിവസമാണ്. ഈ വീഡിയോ അപ്പാവുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാവും. ബട്ട് എന്നാലും ഇതെൻ്റെ ലൈഫിലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ടി വിയിലും ഫോണിലും ഒക്കെ വള്ളംകളി കാണുമെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണാനും എൻജോയ് ചെയ്യാനും ഒരവസരം കിട്ടിയത്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിപ്പെട്ട പിറവം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ വെച്ചാണ് എനിക്ക് ഈ ഒരു അടിപൊളി എക്സ്പീരിയൻസ് അനുഭവിക്കാൻ പറ്റിയത്. ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത്രയധികം സ്പിരിറ്റുള്ള ജനങ്ങളാണെന്നും അതേപോലെ ഇത്രയും കൾച്ചറലായിട്ടും ഒക്കെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു പ്ലേസ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ പോലെ പിറവം ബോട്ട് റേസിനെ പറ്റി അറിയാത്ത കുറച്ച് പുതിയ ജനറേഷനിലെ പിള്ളേരും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ വള്ളംകളി 1958 മുതലുണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന ആഭ്യന്തര ബോട്ട് റേസുകളുടെ ലീഗിൻ്റെ ഭാഗമാണിത്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് പോലുള്ള വിപുലമായ ബോട്ട് റേസുകളിൽ നിന്നും പ്രചോദനം വാങ്ങിയാണ് ഈ മത്സരം ആരംഭിച്ചത്. കാളാമ്പൂർ ആറ്റുതീരത്തിൽ നിന്ന് തുടങ്ങി ഈ പാലം കാണുന്നില്ലേ, അവിടെ വെച്ചിട്ടാണ് ഈ പോരാട്ടം അവസാനിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇത് വള്ളംകളി നടക്കാൻ പോണതിൻ്റെ മോർണിംഗ് ആണ്. എല്ലാവരും പ്രിപ്പറേഷനിലാണ്, എല്ലാം ഒരുക്കുന്നു. നാട്ടുകാരും എല്ലാവരും ആവേശത്തിലാണ്. ഉച്ചയാവുമ്പോഴത്തേക്കും ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്രയും തിരക്കായിരിക്കും. എല്ലാ നാട്ടുകാരും വരും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര വഞ്ചിപ്പാട്ടും അതേപോലെ തന്നെ ചെറിയ ചെറിയ കടകളും ആഘോഷ പൊട്ടിപ്പൂരായിരിക്കും. എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യണതിൽ എൻ്റെ ശ്രദ്ധ വളരെ കുറവായിരുന്നു. ഞാൻ രാവിലെ വന്ന് ഇതൊക്കെ ഈ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് പിന്നെ ആ സമയമായപ്പോൾ ഞാൻ വന്നു. വള്ളംകളിയൊക്കെ ആരംഭിച്ചു. ഭയങ്കര ആവേശത്തിലായിരുന്നു എല്ലാവരും. ഇത് നേരിട്ട് കാണുമ്പോഴുള്ള അനുഭവം ഒരു സ്പെഷ്യൽ അനുഭവം തന്നെയാണ്. നമുക്ക് ആ സമയത്ത് ഒരു പ്രത്യേക അഡ്രിനാലിൻ റഷും അത്രയും ഹാപ്പിയും ഒരു എക്സൈറ്റ്മെൻറ്റും ആയിരിക്കും. ലോക്കൽ ക്ലബ്ബുകളൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ കേട്ടേക്കണത്. നല്ല തിരക്കുണ്ടായി. എല്ലാവരും ഈ ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കാണാനായിട്ട് അത്ര ആവേശത്തോടു കൂടി തടിച്ചു കൂടിക്കായിരുന്നു. മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിരുന്നു ഈ ജെറ്റ് സ്കി. ഞാൻ എത്ര നേരം ഇത് വാച്ച് ചെയ്ത് നിന്നെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായി, എനിക്കും ഇതൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. 10 വർഷം പഴക്കമുള്ളൊരു സ്പോട്ടാണ് ഇതെന്ന് ആർക്കെങ്കിലും അറിയോ? അതെ, ഇത് കണ്ടുപിടിച്ചിട്ട് 10 വർഷമായി. ഈ ഒരു വാട്ടറിൻ്റെ പ്രഷറിലാണ് ഈ ആൾക്ക് ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കാനൊക്കെ പറ്റുന്നത്. ഏകദേശം 5 നില കെട്ടിടത്തിൻ്റെ ഉയരം വരെ ഇത് മുകളിലേക്ക് ഉയരാനുള്ള കഴിവുള്ള പ്രൊഫഷണൽസൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഇതേ നോക്കിക്കേ, നാട്ടുകാർ അത്രയും ആവേശത്തിൽ. ഇത് ഒരു ഗ്രൂപ്പ് മാത്രമാണ് കേട്ടോ, ഇത് അത്രയും ആവേശമാണ്. ഇവിടെ ചുറ്റുമുള്ള എല്ലാവർക്കും അത്രമാത്രം എൻജോയ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു വള്ളംകളി കണ്ട എല്ലാവരും. ചേട്ടന് നല്ല ആവേശത്തിലിരിക്കുകയാണ്.
നല്ലോണം എൻജോയ് ചെയ്തു ഞങ്ങൾ രണ്ടും. ഇവർ ജസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവുകയാണേ. അതാണ് നമ്മൾ ഈ കാണുന്നത്. എന്തുമാത്രം പരിശീലനവും പരിശ്രമവും വേണ്ടി വരും ഇവർക്കിത് ഇത്ര നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട്. ഒടുവിൽ ഈ ആവേശകരമായിട്ടുള്ള ഈ ഒരു മത്സരം ജയിച്ചതാരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 0.164 വ്യത്യാസത്തിൽ മാത്രമാണ് പ്രൈഡ് ചേസേഴ്സ് എന്ന ടീം ഈ ഒരു 2025 റേസിൽ കപ്പടിച്ചത്. ആ ഒരു കാഴ്ച വളരെ ഇത്രയും ചെറിയ ഡിഫറൻസിലാകുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് അത്രയും ആവേശകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.